ഡോക്ടറെ ഇപ്പൊ ചെറിയ കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കാര്യമാണ് മൂത്രമൊഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാലും അവരാരും ബാത്റൂമിൽ പോയില്ല, അതിങ്ങനെ പിടിച്ചു വെച്ചോണ്ടിരിക്കും. അപ്പൊ ഇത് അവരുടെ കിഡ്നീനെ എഫക്ട് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ബ്ലാഡർ ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുമോ? നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഇപ്പം പറഞ്ഞത്. അപ്പം നമ്മൾ എങ്ങനെയാണ് കുട്ടികളൊക്കെ രാവിലെ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന സംഗതി എന്ന് വെച്ചാൽ അവർ രാവിലെ സ്കൂളിൽ പോകുന്നു, അപ്പം യൂറിൻ പാസ് ചെയ്തിട്ട് പോകുന്നു, പിന്നെ സ്കൂളിലെ ബാത്റൂം കൊള്ളില്ല, അല്ലെങ്കിൽ അവിടെ പോകാൻ പറ്റില്ല, തിരക്കാണ് എന്നൊക്കെ, അല്ലെങ്കിൽ ടീച്ചർ വിടില്ല, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ വൈകിട്ട് വരെ യൂറിൻ ഹോൾഡ് ചെയ്യും. എന്നിട്ട് വൈകിട്ട് വീട്ടിൽ വന്നിട്ട് അവർ പലതവണ അത് 1-2 തവണയായിട്ട് അത് പാസ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് അവർ 2-3 തവണ പാസ് ചെയ്യുന്നുണ്ടാവും, യൂറിൻ പാസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ രാവിലെ ഒരു സ്കൂളിൽ പോകുന്ന സമയം മുതൽ വൈകിട്ട് വരെ, ഞാനൊരു കോമൺ സിനാരിയോ പറഞ്ഞു, ഇങ്ങനെ പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം പുറത്ത് പോകുന്ന കുട്ടികൾ യൂറിൻ പാസ് ചെയ്യുന്നില്ല, അങ്ങനത്തെ വൈകിട്ട് ഇങ്ങനെ വന്ന് യൂറിൻ പാസ് ചെയ്യുന്നു. ആ ഒരു സമയം ഒരു 8 മണിക്കൂർ അവർ യൂറിൻ നന്നായിട്ട് ബ്ലാഡറിൽ ഹോൾഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന യൂറിൻ ഇൻഫെക്ഷന് കാരണമായേക്കാം. അത് നമ്മുടെ ആ ഒരു ഹാബിറ്റ് ഒട്ടും ശരിയായ ഒരു ഹാബിറ്റ് അല്ല. അപ്പം പലതവണ കുട്ടികൾക്ക് മൂത്രം ഒഴിക്കുമ്പോൾ വേദന, ബ്ലാഡറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് യൂറിൻ ഇൻഫെക്ഷനായിട്ട് അത് വരാം. അങ്ങനെ പലതവണ ഉണ്ടായാൽ അത് നമ്മുടെ കിഡ്നിയുടെ ഹെൽത്തിനെ ബാധിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് വളരെ ബാഡ് ആയിട്ടുള്ളൊരു ഹാബിറ്റാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും തിരുത്തേണ്ടതാണ്. അങ്ങനെ കുട്ടികൾക്ക് തിരുത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒരു ഡോക്ടറെ കാണിച്ച് അത് പറയേണ്ടത് അത്യാവശ്യമാണ്.